അജയനാ? ഹലോ, അജയനാണോ? അജയൻ, ഞാൻ ഗണേഷ് കുമാറാണ്, KB ഗണേഷ് കുമാർ, മിനിസ്റ്ററാ. ഞാൻ വിളിച്ചത് ഇന്നലത്തെ വാർത്ത കണ്ടു, വളരെ സന്തോഷം. ഒരു അഭിനന്ദനം അറിയിക്കാൻ വിളിച്ചതാണ്. യാത്രക്കാർക്ക് ഇതുപോലുള്ള അത്യാവശ്യങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ എടുത്ത ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ബസ്സിൻ്റെ നിയന്ത്രണമുള്ളൊരു കണ്ടക്ടർ എന്നുള്ള നിലയിൽ ആ നിമിഷം ആ വണ്ടി തിരിച്ചു വിട്ടതും ആ സഹോദരിയെ ഹോസ്പിറ്റലിൽ എത്തിയതും എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തതിന് നിങ്ങൾ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നമ്മുടെ KSRTC ടീം പോയി കുഞ്ഞിനെ കണ്ടിരുന്നു. നിങ്ങൾക്കും CMD ഒരു ഗുഡ് സർവീസ് എൻട്രി തരും. എൻ്റെയും അദ്ദേഹത്തിൻ്റെയും അഭിനന്ദന കത്തും വരും. ഇത് നല്ല സേവനമാണ്. നിങ്ങൾ ചെയ്ത കാര്യം മറ്റ് ഡ്രൈവേഴ്സിനും കണ്ടക്ടേഴ്സിനും മാതൃകയാണ്. എപ്പോഴും ആ ഒരു നല്ല മനസ്സിന് ഞാൻ എപ്പോഴും പറയണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു, ഈ വരുന്നവർ നമ്മുടെ സഹോദരിയാണ്, നമ്മുടെ അമ്മയാണ്. അത് നിങ്ങൾ പാലിച്ചതിൽ, അത് കേൾക്കുകയും അതുപോലെ അതിനേക്കാൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്തതിന് ഞാൻ അജയനെ വളരെ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ തൊട്ടിൽപ്പാലത്ത് തൃശ്ശൂർ വരുന്ന വണ്ടിയാണിത്. അപ്പൊ അവിടുന്ന് 10:50 അവിടെ എത്തിയാൽ 12:20 ശരിക്കുള്ള സമയം. ഞങ്ങളതൊരു 11:45 മുതൽ 12:10 ഉള്ളിൽ ടൈമിൽ എടുത്താല് പിന്നെ ഒരു 4,000 രൂപ കളക്ഷൻ അധികം കിട്ടുമെന്ന് ഞങ്ങള് കൺട്രോളിങ്ങിനൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു നടപടി 12 മണിക്ക് കിടക്കുന്ന വരെ 11:45 എടുക്കണം അല്ലേ? 15 മിനിറ്റ് മുമ്പ് എടുക്കണം. 11:45 മുതൽ 12:10 വരെയുള്ള ടൈമിൽ ഏത് തന്നാലും നമുക്ക് കുറച്ചും കൂടി 4,000 രൂപ കളക്ഷൻ കിട്ടും. അപ്പൊ നമ്മൾ അവിടെ ബേബിൽ തരില്ല അവര്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് 2 പ്രൈവറ്റ് ബസ് ഉണ്ട് നമ്മളെ തലയ്ക്ക് കയറി നമ്മളെ കളക്ഷൻ കൊണ്ടുപോവുകയാണ്. അപ്പൊ നിങ്ങൾ 11:45 മതിയോ 11:50 വേണോ? 11:50 തരണം സാർ. 11 നാളെ മുതൽ 11:50 വണ്ടി കേട്ടോ. ഇപ്പം തന്നെ നിർദ്ദേശം കൊടുക്കും. ഇവിടുന്ന് നിർദ്ദേശം ഇന്ന് പോകും. നാളെ മുതൽ 11:50 നിങ്ങൾ തിരിച്ച് വണ്ടി എടുത്തോണം കേട്ടോ. കളക്ഷൻ കൂടട്ടെ. കളക്ഷൻ കൂടാനുള്ള ഇത്തരം ആശയങ്ങൾ പറഞ്ഞാൽ വളരെ സന്തോഷം. കാരണം നിങ്ങളുടെ മുമ്പിൽ തലയ്ക്കൽ പ്രൈവറ്റ് ബസ്സോ KSRTC ബസ്സോ പോകുന്നുണ്ടെങ്കിലും അറിയിക്കണം. മേലുദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഇന്നലെ ആ ടോക്കിൽ പറഞ്ഞ പോലെ നടപടി എടുക്കാൻ മടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഇവിടെ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അനിൽ കുമാറുണ്ട്, പഴയ KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ നേരെ വിളിക്കുക, വിവരം പറഞ്ഞു കൊടുക്കുക, അപ്പോൾ തന്നെ വേണ്ട മാറ്റം വരും. നിങ്ങളാണിത് കാണുന്ന ആൾ. ഇപ്പം 4,000 രൂപ കൂടുതൽ കിട്ടും എന്ന് അജയൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നാളെ മുതൽ വണ്ടി 11:50 തൊട്ടിയിൽ പാലത്ത് നിന്ന് പുറപ്പെടുന്നു അല്ലേ? ശരി അജയൻ, അപ്പോൾ കൺഗ്രാജുലേഷൻ. തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തൊട്ടിൽ പാലത്ത് പോയിട്ട് തിരിച്ച് പുറപ്പെടുന്ന സമയമല്ലേ പറഞ്ഞു? 12:50 എന്ന് പറഞ്ഞു. അപ്പൊ അല്ല, തൃശ്ശൂരിൽ നിന്ന് എത്ര മണിക്കാണ് ഇപ്പൊ പുറപ്പെടുന്നത്? തൃശ്ശൂരിനാണ് സാർ ഇപ്പൊ 12:20 അവർ തരിക. അപ്പൊ ആ സമയത്ത് 3-4 ബസ് ഉണ്ട്, മാത്രമല്ല 2 പ്രൈവറ്റ് ബസ്. അപ്പൊ നാളെ മുതൽ അത് തൃശ്ശൂരിൽ നിന്ന് 11:50 എടുക്കാം കേട്ടോ. ഇപ്പൊ ഇന്ന് രാത്രി ഇപ്പൊ തന്നെ ഏർപ്പാട് ചെയ്യും. നാളെ രാവിലെ നിങ്ങൾ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ ആ നിർദ്ദേശം വരും. 11:50 വണ്ടി എടുത്തു. ഈ പ്രൈവറ്റ് ബസ്സുകാരൻ്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല, മുമ്പേ പോയാൽ മതി കേട്ടോ. ശരി അജയ്, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായിരിക്കുന്നു, അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി. ഹലോ, ശ്രീത്തെ ഗണേഷ് കുമാറാ. നിങ്ങളെന്ന് അഭിനന്ദിക്കാൻ വിളിച്ചതാണ്. ഇന്നലത്തെ ആ വാർത്ത കണ്ടു. കുഞ്ഞിനെ പ്രസവത്തിനായിട്ട് കൊണ്ടുപോയത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ ആ സ്ഥലം കടന്നു പോയിട്ടും നിങ്ങൾ 1 കിലോമീറ്റർ തിരിച്ചു വന്ന് അവരെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെയുള്ള കണ്ടക്ടർ അജയനെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം എന്താ പറയുക, 2 ദിവസം മുമ്പ് ഞാനൊരു വോയിസ് മെസ്സേജ് ഒരു വീഡിയോ തന്നിരുന്നതിനകത്ത് ഞാൻ പറഞ്ഞു, നമ്മളെ ബസ്സിൽ കയറുന്നവർ നമ്മുടെ സഹോദരിമാരാണ്, അമ്മമാരാണ്, മക്കളാണെന്ന് ചിന്തിക്കണം. അത് നിങ്ങൾ ചിന്തിച്ച് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആ സഹോദരിയെ സമയത്തെത്തിച്ചു, നന്നായി അത് നടന്നു. നമ്മുടെ KSRTCയിലെ ടീം അവിടെ പോയി കുഞ്ഞിനെ പ്രത്യേക സമ്മാനങ്ങളൊക്കെ കൊടുത്തു. നിങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെയും ഒരു KSRTC MDയോട് നിങ്ങൾക്കൊരു ഗുഡ് സർവീസ് എൻട്രി തരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ CMDയുടെ അഭിനന്ദന കത്ത് വരും, എൻ്റെ കത്തും വരും കേട്ടോ. നിങ്ങൾക്ക് 2 പേർക്കും. കാരണം വളരെ സന്തോഷമുണ്ട്, വളരെ നല്ല കാര്യം. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിയമവും ചട്ടവും ഒന്നും നോക്കി നിൽക്കരുത്.
നിങ്ങളെടുത്ത് വളരെ മനസ്സാന്നിധ്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്ത കാര്യം ഏറ്റവും നല്ല കാര്യമാണ്. പണ്ടൊക്കെ വണ്ടി തിരിച്ചു വിട്ടാലും നടപടി എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്ത്രീക്കോ ഒരു കുഞ്ഞിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളെടുക്കുന്ന ഏത് നടപടിയും ഞാൻ കൂടെ കാണും. വളരെ സന്തോഷമായിട്ട് നന്നായി പോവുക. വണ്ടിയുടെ ടൈം ഒന്ന് മാറ്റണമെന്ന് എന്നോട് കണ്ടക്ടർ അജയൻ പറഞ്ഞു. നാളെ മുതൽ 11:50 വണ്ടി പുറപ്പെടും. നിങ്ങൾ പറഞ്ഞ സമയം അനുസരിച്ച് 11:50 വണ്ടി തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ ഇവിടെ ഞങ്ങളിപ്പോൾ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി നാളെ 11:50 നിങ്ങൾ വണ്ടി എടുത്തോ. നിങ്ങൾ 11:50 വണ്ടി എടുത്തോ. ഞാൻ ആ ഉത്തരം പറയാം കേട്ടോ. ആര് തടഞ്ഞാലും നിങ്ങൾ 11:50 വണ്ടി എടുത്തോ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ ശരി.